നാളെ തന്നെ എല്ലാം ശരിയാക്കാൻ സാർ. കുക്കി, നീ എന്താ ഇരുട്ടിത്തിരിക്കുന്നേ? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ജിമ്മി, എന്നെ തരച്ചു വിട്ടിട്ടൊന്ന് പോയി തരുമോ നീ? എന്താണ് വല്ല യുദ്ധം നടക്കുന്നുണ്ടോ? അതാണോ ഇത്രയും വിഷമം? നിനക്കറിഞ്ഞൂടെ ഞാൻ നിന്നെ വിട്ട് പോവില്ലെന്ന്? എന്താ പ്രശ്നം? അത് നീ ആദ്യം പറ. വേറൊന്നല്ല ലിസു, അവളെല്ലാം അറിഞ്ഞിടാ. എന്നാലും ഒരു ദിവസം അത് അറിയേണ്ടതല്ലേ? നിന്റെ ഫീലിങ്സ് നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെന്ന് നിനക്ക് അറിയാലോ. അപ്പോൾ ഇത് സമ്മതിച്ചു കൊടുക്കുന്നതല്ലേ നല്ലത്. പറ്റില്ല, അവൾ ഒരുപാട് വിഷമിക്കും. അവളുടെ ജീവിതം തകർക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല. എനിക്കൊരു തെറ്റുപറ്റി, അത് തിരുത്താൻ എനിക്ക് കഴിയും. ഞാൻ അവളുടെ കാല് പിടിച്ച ക്ഷമ ചോദിച്ചോളാം. അവരുടെ രണ്ടുപേരെ ഒന്നിപ്പിച്ചിട്ട് അവരുടെ ജീവിതം തകർക്കാനാണ് നീ നോക്കുന്നത്. തേയുടെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. ഒരിക്കലും ലീസ അങ്ങനെ അയാൾ കാണില്ല. അപ്പോ അവരെ ഒന്നിപ്പിച്ച നിങ്ങളുടെ 3 പേരുടെ ജീവിത തകരുന്നത്. മുന്നേ നീ ഇതൊന്നായിരുന്നില്ലല്ലോ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ തേ നിന്നെ സ്നേഹിക്കുന്നത് ഞാനും കാണുന്നതല്ലേ. ഒരിക്കലും തേടൊപ്പം ലിസയ്ക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയില്ല. നീ ആർക്കും വേണ്ടി തേ വിട്ടുകൊടുക്കുക. എന്താ ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല എനിക്ക്. എന്താ എന്റെ ജീനി, നമുക്ക് ഇവിടെ വന്ന് അടിച്ചു പൊളിക്കാനല്ലേ? നീ എന്താ ചിന്തിച്ചു കൂട്ടുന്നേ? എന്തോ ആടി നിന്റെ ചെറുക്കനെ കുറിച്ച്? തേയുടെയും ലിസയുടെയും കാര്യത്തിൽ എന്തോ പ്രശ്നം എനിക്ക് തോന്നുന്നുണ്ട്. രണ്ടുപേരും അത്ര സ്വരച്ചേർച്ചയിലാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കല്യാണം കഴിഞ്ഞ ന്യൂ കപ്പിൾസിന്റെ എന്തെയാണ് അവർ പെരുമാറുന്നത്? ന്യൂ കപ്പിൾസ് എന്ന് പറഞ്ഞാലും ഭാര്യയും ഭർത്താവല്ലേ. അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അത് അവര് തന്നെ തീർത്തോളും. നീ വെറുതെ അതിൽ കയറി ഇടപെടാൻ നിന്ന് പ്രശ്നം വഷളാക്കാൻ നിൽക്കണ്ട. അവര് പിള്ളേരെ എന്നെ എല്ലാം നോക്കിക്കോട്ടെ. ഞാൻ ഇടപെടുന്നില്ല എന്തായാലും. കുറച്ച് കൂട്ടിട്ട് തരാം. കഴിക്ക്, നല്ല കഴിക്ക്. മതി ലേസ, അത്യാവശ്യത്തിന് കൂടുതൽ ഞാൻ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ പറ്റില്ല തേ, ഇത് കഴിച്ചേ പറ്റും. ഇത് കഴിക്കതേ, വാ തുറക്ക്. ഞാൻ കഴിപ്പിക്കാം. ആകട്ടെ ലേസ, എനിക്ക് മതിയായി, അതുകൊണ്ടാ പറയുന്നത്. പ്ലീസ്. അതൊന്നും പറഞ്ഞ പറ്റില്ല, കഴിച്ചേ പറ്റൂ. സർ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. എനിക്ക് മടുക്കും. ഇറിറ്റേറ്റ് ചെയ്യരുത് തന്നെ. നമ്മൾ തമ്മിലുള്ള ബന്ധം ഫേക്ക് ആണെന്ന് നമുക്കറിയാം. ഇവർക്ക് അറിയില്ലെന്നും പറഞ്ഞ് നീ വേറെ മുന്നിൽ നാടകം കളിക്കണ്ട. ഞാൻ ഇവരെ എല്ലാം അറിയിക്കാൻ പോവാനാ. ഇതൊന്നും നിർത്തി. സ്റ്റോപ്പ് ഇറ്റ്. എന്താ നീ വിളിച്ച് പറയുന്നത്? ഫേക്ക് ആണെന്നോ? നിങ്ങളുടെ കല്യാണം ഞങ്ങൾ നടത്തി തന്നതാ. ഞങ്ങളെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ തോന്നുന്നടാ? ഇവളെ കേട്ടിട്ടെന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചു നിന്നിട്ടില്ലല്ലോ. ഡാഡിയല്ലേ ബിസിനസിന് വേണ്ടി ഞങ്ങളുടെ കല്യാണം അർപ്പിച്ചത്. ഞാൻ ഇവളോട് മുന്നേ തുറന്ന് പറഞ്ഞതാ, ഒരിക്കലും എന്റെ മനസ്സിൽ ഇവൾക്ക് സ്ഥാനം ഉണ്ടാവില്ല. ഇതൊരു കോൺട്രാക്ട് മാരേജ് ആണെന്ന്. അവൾ അതിന് സമ്മതിച്ച് കഴിഞ്ഞിട്ടാ ഇപ്പൊ ഈ മാറ്റം കാണിക്കുന്നത്. എന്റെ മനസ്സിൽ മറ്റൊരാളുണ്ട്. കല്യാണത്തിന് ഇഷ്ടമല്ലെങ്കിൽ നിനക്ക് മുന്നേ തന്നെ പറയാറില്ലേ? ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചാണ് ഈ കളിക്കുന്നത്. നീ എന്താ ഇങ്ങനെ? എന്റെ അടുത്തെങ്കിലും ഒരു വാക്ക് പറയാറുന്നല്ലേ? ഈ ഇപ്പൊ തീരുമാനം എടുക്കുന്നതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരുടെ ജീവിതം മാത്രമല്ല, 2 കുടുംബങ്ങൾ കൂടിയാണ് ഇവിടെ തകരാൻ പോകുന്നത്. നീ ഇഷ്ടപ്പെടുന്നത് ആരെയാ? അതൊന്നും എനിക്കറിയണം. ഞാൻ കണ്ടുപിടിച്ചതിനെക്കാട്ടും ബെറ്റർ ആണോ നീ കണ്ടുപിടിച്ചതെന്ന് എനിക്ക് അറിയണല്ലോ. പറയടാ, ആരാത്? പറയില്ലേ? നോ. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറയുന്നത് കൊണ്ട് എന്ത് തോന്നുന്നു എനിക്കറിയില്ല. എൻ്റെ മനസ്സിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. അതെൻ്റെ കുക്കി മാത്രം. കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ കയറി കൂടിയതവൻ. നിങ്ങളൊക്കെ എന്ത് വിചാരിച്ചാലും അവനാ എൻ്റെ ജീവിതം, എൻ്റെ കുക്കി. ലിസയുടെ ബ്രദറിനെയാണോ നീ പറയുന്നത്? ഒരു ആൺകൊച്ച്. എന്താണ് നിനക്ക് തലക്ക് വല്ല ഓണമുണ്ടോ? ഒരു ആൺകൊച്ചിനോടോ? നീ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നാലോടാ. മോളെ ലിസ, മോൾക്കിത് അറിയോ? അറിയാമേ, എല്ലാം അറിയാം. എല്ലാം മറന്നേക്ക്. പഴയതെല്ലാം മറന്നേ പെങ്കൊച്ചിന്റെ ഒപ്പം ജീവിക്കാൻ നോക്കുന്നേ. പറ്റില്ലടാ. അവളുടെ ഒപ്പം സന്തോഷത്തോടെ എനിക്ക് ജീവിക്കാൻ പോലും കഴിയില്ല. അവളെ സന്തോഷിപ്പിക്കാനും കഴിയില്ല. എന്തിനും ഞങ്ങളുടെ ജീവിതം എങ്ങനെ? അവളുടെ ജീവിതം തകർക്കാനാണ് നിങ്ങൾ നോക്കുന്നത്. എന്റെ മനസ്സിൽ കുക്കി മാത്രമേ ഉള്ളൂ. ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവന്റെ കൂടെ ജീവിക്കൂ. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എന്റെ ജീവിതം പാഴാക്കാൻ എനിക്ക് പറ്റില്ല. കുക്കിയായിട്ടുള്ള ബന്ധം ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ലിസയായിട്ട് നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ നിനക്ക് ഞങ്ങളായിട്ടുള്ള ബന്ധം കൂടി പിരിയേണ്ടി വരും. മനസ്സിലായോ? മനസ്സിലായിടാ. ഭീഷണിപ്പെടുത്തി എന്നെ അവളുടെ കൂടെ ജീവിപ്പിക്കാന്ന് വിചാരിക്കണ്ട. നിങ്ങളുമായിട്ടുള്ള ബന്ധം ഇവിടെ തീരുകയാണെങ്കിൽ തീരട്ടെ. എല്ലാം നാളത്തോടുകൂടി അവസാനിച്ച് ഞാൻ ഇവിടുന്ന് പടിയിറങ്ങും. മണി 9 കുക്കി. നമുക്ക് കോളേജിൽ പോണ്ടേ? നീ വന്നേ.
വാ. ഈ സമയത്താണ് നീ കോളേജിൽ പോയിട്ട് കാര്യം പറയുന്നത്? വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നത്? ഒന്ന് പോ ജിമ്മി. നിനക്കിതെന്താ ഇപ്പോൾ കോളേജിൽ പോകാഞ്ഞിട്ട്? അല്ലെങ്കിൽ പോകാൻ മടിയോര്? ഞാനിപ്പോൾ ചെന്നില്ലെങ്കിൽ ആ പ്രൊഫസർ എനിക്ക് വീണ്ടും പണിഷ്മെൻറ്റ് തരും. എനിക്കത് ഏറ്റുവാങ്ങാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് നീ വരുന്നെങ്കിൽ വന്നാൽ മതി. ഞാൻ പോവാ എന്തായാലും. എക്സ്ക്യൂസ് മീ സർ, മേ കമ്മിങ്? കമ്മിങ്. സർ, എന്നോട് എന്താ ക്യാബിനിലേക്ക് വരാൻ പറഞ്ഞേ? എന്തെങ്കിലും അത്യാവശ്യം? കുക്കി വന്നില്ലേ ഇന്ന്? കുക്കി ക്ലാസ്സിലൊന്നും കണ്ടില്ലല്ലോ. ഇത് ചോദിക്കാനാണെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ചോദിച്ചാൽ മതിയായിരുന്നില്ലേ? ഞാൻ വന്നിട്ടില്ല. ഇത് ചോദിക്കാൻ വേണ്ടി മാത്രമല്ല, തൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനി നീട്ടി വയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇപ്പം പറയാമെന്ന് വിചാരിച്ചു. എന്തോന്ന് പേഴ്സണലായിട്ട് പറയാനോ? ഇനി പഠിപ്പിച്ചതെല്ലാം അങ്ങനെ എക്സാം എടുക്കണോ? ദൈവമേ, എനിക്കൊന്നും കിട്ടില്ലല്ലോ. ഞാനിനിപ്പോൾ എന്തോ ചെയ്യും? സാറിനെന്താ പേഴ്സണലായിട്ട് പറയാനുള്ളത്? ജിമ്മി, സാറെന്തിനാ അടുത്തേക്ക് വരുന്നത്? ജിമ്മി, എനിക്ക് വളച്ചൊടിച്ചൊന്നും കാര്യങ്ങൾ പറയാൻ അറിയില്ല. എനിക്ക് അന്ന് ഞാൻ നിന്നെ കിസ് ചെയ്തതും നിന്നെ ഫ്ലോട്ട് ചെയ്താർന്നൊക്കെ സാറെന്നെ എപ്പോഴാണ് ഫ്ലോട്ട് ചെയ്തേ? ജിമ്മി, ഞാൻ നിന്നെ കിസ് ചെയ്തു, ഞാൻ നിന്റെ ഒരു ഫ്ലോട്ട് ചെയ്തെന്ന് നിനക്കതിന് മനസ്സിലായില്ലേ? സോറി സാർ. സാറെന്താ പറയാൻ വരുന്നത്? ജിമ്മി, ജിമ്മി, ഐ ലവ് യു. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. അന്ന് ആ പാരി വെച്ച് കണ്ടപ്പോൾ തുടങ്ങിയ ഒരു ഫീലിങ്സ് ആയിരുന്നു. അത് റിയലാണെന്നറിയാൻ ഞാൻ തന്നെ തേടി ഇവിടം വരെ എത്തി. തന്നെ കണ്ട് തന്നോട് കൂടുതൽ അടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി റിയൽ ഫീലിങ്സ് ആണ് എനിക്കുള്ളതെന്ന്. സാർ, യെസ് ജിമ്മി, ഐ ലവ് യു. വിൽ യു മൈ ബോയ് ഫ്രണ്ട്? സാർ, ഞാൻ സാറിൻ്റെ സ്റ്റുഡൻ്റാ. ഹോ ജിമ്മി, അതെനിക്ക് അറിയാവുന്ന കാര്യമല്ലേ. ബട്ട് ഐ ലവ് യു. യു ലവ് മീ. അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. സാർ, അത് പിന്നെ ജിമ്മി, പ്ലീസ് ടെൽ മീ ജിമ്മി, യു ലവ് മീ. നിന്റെ മനസ്സിൽ എന്നോട് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ ഇല്ലയോ? പ്ലീസ് പ്ലീസ് ടെൽ മീ ജിമ്മി. സാർ, ഉണ്ട്. ഐ ലവ് യു സാർ. പക്ഷേ എനിക്ക് ക്രഷ് ഉണ്ട്. എനിക്കറിയാം. നീ അതോടെ മിണ്ടരുത്. ഞാൻ ചോദിച്ചതിന് മറുപടി മാത്രം പറഞ്ഞാൽ മതി. സാർ പിണങ്ങിയോ? അതൊരു ക്രഷാണ്. സാറിനോടെല്ലാം പറഞ്ഞിരുന്നില്ലേ? വിട്ട് ജിമ്മിനെ. സോറി സാർ, ഐ ലവ് യു സാർ. വീട് എന്താ നീ എന്തിനാ തോന്നുന്നത്? ഒന്ന് കാര്യം പറയണെന്ന് വാ, അത് കാണിച്ചു തരാം. നല്ല രസമുണ്ടല്ലോ കാണാൻ. ജെസു, ജെനി, നിങ്ങൾക്ക് രണ്ടുപേർക്ക് വേറെ പണിയൊന്നുമില്ലേ? മൊബൈലിൽ കളിച്ചോണ്ടിരിക്കുന്ന ജെനി, എന്റെ കൂടെ എന്റെ ക്യാബിനിലേക്ക് ഒന്ന് വരാം. അയ്യോ, ഇവരെന്താ ഇത്ര ദേഷ്യത്തില്? നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ചിനി, എനിക്കറിയില്ല, അവരോട് പോയി ചോദിക്കേ. ഇവളിപ്പോ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? ഇന്നിപ്പോ എന്താ കലിപ്പിന്റെ വല്ല ദിവസമാണ്? മേഡം അങ്ങനെ നോക്കിയിരിക്കാനാണോ വിളിച്ചത്? എനിക്ക് പോയിട്ട് വരെ പണിയുണ്ടായിരുന്നു. മാഡം തന്നെ അല്ലെങ്കിൽ ദേഷ്യപ്പെടും, വർക്ക് തീർത്തില്ലെന്നും പറഞ്ഞു. ഇന്ന് എന്റെ മൈൻഡ് അത്ര ഒരു സുഖമല്ല. ഞാനിന്ന് തന്റെ വീട്ടിലേക്ക് വന്നോട്ടെ? സോറി മാഡം, ഞാൻ മാഡത്തിന്റെ എംപ്ലോയി അല്ലേ. എന്റെ വീട്ടിലേക്ക് മാഡം വരേണ്ട ആവശ്യമില്ല. ഇപ്പോഴും ദേഷ്യത്തിലാണോ? ജെനി പ്ലീസ്, എനിക്ക് വീട്ടിൽ പോകാനുള്ളൊരു മൈൻഡ് ഇല്ലെന്ന്. ഞാൻ തൻ്റെ കൂടെ വന്നോട്ടെ? എനിക്ക് താൻ കംഫർട്ടബിളാ. എനിക്ക് കംഫർട്ടബിൾ അല്ല. ഞാൻ മേഡത്തിന് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. മേഡം എന്റെ സ്നേഹം മനസ്സിലാക്കാതെ എന്നോട് കൂടുതൽ അടുക്കും തോറും എനിക്ക് ഇവിടെ ഭ്രാന്തായിപ്പോ. എനിക്ക് എന്നെ തന്നെ വേദനിപ്പിക്കാൻ താല്പര്യമില്ല മേഡം. മേഡത്തിന് ഞാനൊരു കംഫർട്ട് സോൺ ആയിട്ട് കാണണ്ട. പ്ലീസ് ലീവ് മീ മാം. ജെനി പ്ലീസ് ജെനി, എനിക്ക് ആരോടൊന്നും പറയാൻ പറ്റുന്ന അവസ്ഥയല്ല. നീ മാത്രമേ ഉള്ളൂ. നീ എന്നെ കൈവിടല്ലേ പ്ലീസ് ജെനി, പ്ലീസ്. എനിക്കാരുള്ളത് മേഡം? എനിക്കാരുമില്ല ഒന്നും തുറന്നു പറയാനൊന്നും. എന്റെ മനസ്സിലെല്ലാ പ്രതീക്ഷയും തന്നത് മേഡം. മേഡത്തിനോട് ഞാൻ പറഞ്ഞതാ ഒരു അനാഥയായിട്ട് ഞാൻ ജനിച്ചതെന്ന്. എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളൊക്കെ തന്നിട്ട് ഒറ്റടിക്ക് തല്ലി തകർത്തത് മേഡം. ജെനി പ്ലീസ് ജെനി. സ്വീകരിക്കാം, പക്ഷെ എന്റെ പ്രണയം സ്വീകരിച്ച് എന്റെ കൂടെ ജീവിക്കാന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ
മേഡത്തിന്റെ വഴി എനിക്ക് എന്റെ വഴി. ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് പോവില്ല. എനിക്ക് നിന്നെ മറ്റൊരാളോടൊപ്പം കാണാൻ പറ്റുന്നില്ല. ഐ ലവ് യു ജെനി, ഐ ലവ് യു സോ മച്ച്. എന്താ പറഞ്ഞേ? ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. എന്നെ വേണ്ടാതിരിക്കുന്നവരാ ഒരുപാട് പേര്. എന്നെ സ്നേഹിക്കുന്ന നിന്റെ വീട്ടുകളെ ഞാൻ തയ്യാറല്ല. ഐ ലവ് യു, ഐ ലവ് യു ടു. ഇനി എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൂടെ? ഇനി കൊണ്ടുപോകാതിരിക്കാൻ തോന്നുന്നുണ്ടോ എന്റെ ബേബിയുടെ? ലവ് യു. സാറിന്റെ ഐഡിയ എന്താ ലേറ്റ്? തല ഉയർത്തി നിന്ന് നോക്കാൻ പറ്റുന്ന രീതിയിലല്ല എന്റെ മോൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ. തീ മാത്രം കുറ്റം പറയണ്ട നംജു. ലിസയും തേയും കൂടി എടുത്ത തീരുമാനം അത്. എന്റെ മോൾ ഇതിൽ തെറ്റുകാരി തന്നെയാ. തേയും കുക്കിയും ചെയ്തത് തെറ്റല്ലേ? കുക്കീനെ തനിച്ച് വിട്ട് പഠിപ്പിക്കണ്ട ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ. അതിന്റെ കാട്ടിക്കൂട്ടിൽ അവൻ ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ. ഞങ്ങളെ മാത്രം കുറ്റം പറയാനൊന്നും വേണ്ട. എല്ലാവരുടെ കയ്യിലുണ്ട് തെറ്റ്. ഞങ്ങളുടെ ഒന്നും സമ്മതം നോക്കാതെ നിങ്ങളുടെയൊക്കെ ബിസിനസിന്റെ കാര്യത്തിന് വേണ്ടി ഞങ്ങളെ കെട്ടിച്ചു വിട്ടാ നിങ്ങളുടെയിലുണ്ട് തെറ്റ്. എനിക്ക് എന്റെ കുക്കിയെ മതി. എന്റെ ജീവിതം എന്റെ കുക്കിക്കൊപ്പം മാത്രം. ഞാൻ ഇവിടെ ഇറങ്ങുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ അവനും ഉണ്ടാവും. നീ ഒരുപാട് സംസാരിച്ച് കയറി പോകുന്നു. നംജുൻ, അവൻ പറഞ്ഞത് ശരിയല്ലേ? നമ്മൾ അവരുടെ സമ്മതം നോക്കാതല്ലേ ഇതൊക്കെ ചെയ്ത് കൂട്ടിയത്. എന്റെ മക്കളുടെ സന്തോഷം എനിക്ക് വലുത്. എനിക്കിതിൽ വേറൊന്നും പറയാനില്ല. എനിക്കിനി നിങ്ങൾ ആരോടൊന്നും സംസാരിക്കാനില്ല. കുക്കി, ഞാൻ ഇവിടെ ഇറങ്ങാം. നീ വരുന്നുണ്ട് എന്റെ കൂടെ? നിന്നെയും കൊണ്ട് ഞാൻ പോകും. ഞാനില്ല. എല്ലാം ഇവിടെ വെച്ച് നിർത്താന്. ആർക്കും സന്തോഷം കിട്ടാത്ത ഈ ജീവിതം എനിക്ക് വേണ്ട. കുക്കി, നീ എന്റെ ലിസുവിന്റെ സന്തോഷം എനിക്ക് വലുത്. ഞാൻ ഇവിടെ വെച്ച് എല്ലാം അവസാനിപ്പിക്കാം. ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല. കുക്കി, ഞാൻ അവസാനമായിട്ട് നിന്നോട് ചോദിക്കാം, വരുന്നുണ്ടോ നീ എന്റെ കൂടെ? ഇല്ല, ഞാൻ വരുന്നില്ല. വരണ്ട. ഇവിടെ വെച്ച് തീർന്നു നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും. ഇനി കുക്കി എന്നൊരു ചാപ്റ്റർ എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നീ എന്റെ മനസ്സിലുണ്ടെങ്കിൽ പോലും എന്റെ ജീവിതത്തിൽ നിനക്കിത് സ്ഥാനമില്ല കുക്കി. ഗുഡ് ബൈ. ഞാനായിട്ടൊരു ബന്ധമില്ലെന്ന് പറഞ്ഞു. പക്ഷെ ടീസുവിന്റെ സന്തോഷം ഞാൻ കാരണം. അപ്പൊ നിന്റെ സന്തോഷം മോനെ? നീ ഇങ്ങനെ വിഷമിക്കുന്ന കാണാൻ വയ്യ ഡാഡയ്ക്ക്. എന്റെ 2 മക്കളുടെ ജീവിതപ്പോ. അയ്യോ, ഡാഡി മമ്മി എന്താ ഇവിടെ? ഒന്നുമില്ല മോളെ, ഞങ്ങളെ വെറുതെ നിങ്ങളെ കാണാനൊക്കെ. പിന്നെ മോളെ സുഖല്ലേ? എനിക്കറിയാം, എല്ലാം അറിഞ്ഞിട്ടായിരിക്കില്ലേ നിങ്ങൾ വന്നത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനൊരാളുടെ റിലേഷനാണ്. പേര് ജെനി. ഹായ് ആൻറ്റി, ഹായ് അങ്കിൾ. ഇതൊക്കെ ഇപ്പൊ നടന്നു. ഒരു വാക്ക് നീ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. എന്താണ് ഇത്? ഞങ്ങൾ നിനക്ക് വേണ്ടി ഇവിടെ സംസാരിക്കാൻ വന്നത്. അപ്പൊ നീ ഇതൊരു പെൺകുച്ചിന്റെ കൈ പിടിച്ച് വന്നിരിക്കുന്നു. ഈ പെൺകുച്ചിന് വേണ്ടിയില്ലേ നിങ്ങൾ എന്റെ മോൻ ഇവിടെ ഇറക്കി വിട്ടത്? കണ്ടില്ലേ ഇപ്പൊ? ഞാൻ വിചാരിച്ചോ ഈ കൊച്ചി ഇങ്ങനെ കാര്യം ചെയ്യുമെന്ന്. ഇതിപ്പോ ആരെയും ചതിച്ചത്? ഡാഡയ്ക്കും അമ്മയ്ക്കും വിഷമായി എന്നറിയാം, ദേഷ്യമുണ്ടെന്നറിയാം. നേരെ വഴിയില്ല. എന്റെ മനസ്സ് കൈവിട്ട് പോയി. എനിക്ക് അവിടെ ഒരുപാട് ഇഷ്ടം. അവൾ ആരെങ്കിലോട് സംസാരിക്കുന്ന മിണ്ടുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല. എന്നോട് അകന്ന് നിൽക്കുമായിരുന്നു. ഞാൻ വേണ്ടെന്ന് വെച്ചതായിരുന്നു. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ആത്മാർത്ഥമായിട്ട് നമ്മളൊരാളെ സ്നേഹിക്കും, കരുതലോടെ പെരുമാറൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാ എനിക്ക് അവളെ ഇഷ്ടം. എടി മരപ്പെട്ടി കീരം വെച്ചിട്ടുണ്ടായ കോക്കാച്ചി മോളെ, എന്തോ നടി. ഒരു 1/2 മണിക്കൂർ മുന്നേ നിനക്ക് വരാറുന്നില്ലടി. എന്റെ ജീവിതം തകർത്ത് താണോടി നിന്റെ ഈ പ്രസംഗം ഇവിടെ. ഞാൻ എന്ത് ചെയ്തു? ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു അവന്റെ കൂടെ പോകണ്ടെന്ന്. രാവിലെ തേ വലിയ കാര്യത്തിൽ പറയുന്നുണ്ടായിരുന്നല്ലോ നിന്നെയും കൊണ്ടാണ് പോകുന്നതെന്ന്. എന്നിട്ട് നീ ഇറങ്ങി പോവാഞ്ഞിട്ട് എന്നെ പറയട്ടെ എന്താ കാര്യം? എന്തിനാണ് ഞങ്ങളെ വിളിക്കുന്നേ? ആ ചെറുക്കൻ വിളിച്ചപ്പോ പോവാൻ നിന്റെ തെറ്റല്ലേ? എന്നിട്ട് ഇവിടെ കിടന്ന് മോങ്ങിയിട്ട് എന്താ കാര്യം? നോക്കി നിൽക്കാതെ പോടാ. അവൻ അധികം ദൂരം പോയിട്ടുണ്ടാവില്ല. കുക്കി മോനെ, എന്റെ മോനെ ഒന്ന് പോയി വിളിച്ചോണ്ട് വേടാ. അവൻ അധികം ദൂരമൊന്നും പോയിട്ടുണ്ടാവില്ല. നിങ്ങളല്ലേ പറഞ്ഞേ ഞങ്ങളുടെ ബന്ധത്തിന് സമ്മതിക്കില്ല? ഞങ്ങളായിട്ട് ഇറക്കി വിട്ടതല്ലേ? അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതല്ലേ. നിങ്ങൾ കുടുംബം മുഴുവൻ ഇല്ലാത്തൊരു ഇത്രയും പെട്ടെന്ന് സമ്മതിക്കുന്നു ഞാൻ വിചാരിച്ചു. ഇതിപ്പോ ഞാൻ മാത്രമായി എന്റെ മോനെ വെറുക്കുന്നത്. പോയി വിളിച്ചോണ്ട് വാ മോനെ. എന്തായാലും ഞാൻ വേഗം വിളിച്ചിട്ട് വരാവേ. ഓ, എവിടെ പോയി എന്തോ തേ. ഓഹോ, തേ നിക്കാൻ തേ വിട്.
എന്നെ വേണ്ടാത്തവരെ എനിക്ക് വേണ്ട. ഞാൻ വേണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനിത് ഓടി വന്നില്ലേ. വീട്ടിൽ വെച്ച് ഇതൊന്നല്ലല്ലോ പറഞ്ഞിരുന്നത്. ഓ, പലതും അപ്പൊ പറഞ്ഞെന്ന് കരുതിയിട്ട് ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇന്നത്തെ ദിവസം വന്നില്ലെങ്കിലല്ലേ ഇനി ഒരിക്കലും വരണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. വിട്ടെ, എനിക്ക് പോണം. എന്നെ ഞാനുണ്ട്. എവിടേക്കായാലും ഞാനും കൂടെ വരും. ലീസ, ജെനി വാതിൽ തുറക്കുന്നുണ്ടോ? രണ്ടാലും ലീവ് എന്നും പറഞ്ഞ് റൂമിനകത്ത് അടയിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി? ഒന്ന് ഞങ്ങളെയൊക്കെ ഒന്ന് കണ്ട് സംസാരിക്കും. അവരവിടെ തനിച്ച റൂമിൽ ഇരുന്നോട്ടെ. അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കുന്നത് എന്തിനാ? ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇങ്ങോട്ട് വരാൻ. ഇതൊക്കെ ശരിയല്ലേ? ഇനി എന്തിനാ റിപ്പീറ്റ് എഴുതുന്നേ? ശരിയാണെന്ന് നീ പറഞ്ഞാൽ മതിയോ? ടീച്ചറായി എനിക്ക് തോന്നണ്ടേ പൊട്ട തെറ്റ് അതിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? നിനക്ക് കറക്റ്റായിട്ട് എഴുതി കൂടെ ഇല്ല. ഇങ്ങനെ പ്രേമിക്കാൻ കണ്ടത് ഏത് കാലഘട്ടം നേരത്താന്നാവോ? ഇതാണ് പ്രൊഫസർമാർ ഒരിക്കലും പ്രണയിക്കരുത് പറഞ്ഞ് ഫുൾ ടൈം പഠിത്തം 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 മാത്രമേ ഉള്ളൂ. എനിക്ക് കുറച്ച് സ്വസ്ഥാനം അവന് തരുന്നുണ്ടോ? റൊമാൻറ്റിക് ആവാത്തൊരു. ഇത് ടൈപ്പ് ചെയ്യണം, എഴുതണം, തേങ്ങ. ഓ, ഞാൻ റൊമാൻറ്റിക് ആവാത്തില്ല. മര്യാദയ്ക്ക് പഠിച്ച് ജയിച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥ വരുമായിരുന്നോ? എന്നിട്ട് എന്നെ കുറ്റം പറയാനൊക്കെ? ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. എഴുതിയ പോരെ. എനിക്ക് വയ്യ. എത്ര നേരായി? വർക്ക് കഴിഞ്ഞല്ലേ? കഴിയാറായി. ബേബിയുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഡാഡയുടെ ബിസിനസ് ഏറ്റെടുത്തപ്പോൾ മുതലേ എനിക്ക് തേനെ കാണാൻ പറ്റുന്നില്ല. ബിസി അല്ലേ? തേയും ബിസി, തേയുടെ ബേബിയും ബിസി. ഓഹോ, തേയുടെ ബേബിക്ക് കാണാത്തതിന്റെ വിഷമാണോ? കാണാത്തതിന് മാത്രമല്ല വേറെ പല വിഷമമുണ്ട്. ആഹാ, എന്നാലങ്ങ് തേ തീർത്തു തരട്ടെ. കപ്പിളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ തനിച്ച് സിംഗിൾ പേഴ്സൺ സ്ഥലത്തെയോ? ഹലോ, താനും ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. താൻ എന്തുമല്ലേ? സോറി, എനിക്ക് അറിയില്ലല്ലോ. താങ്കൾ ഞാൻ മുന്നേ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ജിമ്മിയുടെയും കുക്കിയുടെ ഒപ്പം വെച്ചിട്ട് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ തേടിയും ഷുക്കയുടെയും ഫ്രണ്ടാ. എനിക്ക് തന്നെ കണ്ടപ്പന്നെ മനസ്സിലായി. സോറി, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അതുകൊണ്ടാ. നൈസ് ടു മീറ്റ് യു. താങ്ക് യു. എന്തായാലും തന്നെ കണ്ടത് സന്തോഷം. സോ ഹാൻസം. എനിക്ക് പറ്റിയ ബോയ് ഫ്രണ്ടാ. താങ്ക് യു ഗോഡ്. ഞാൻ വരട്ടെ, കുറച്ച് തിരക്കില്ല. എന്തായാലും നമുക്ക് പിന്നെയും കാണണം കേട്ടോ. അതെന്തോ ഉദ്ദേശിച്ചുകൊണ്ട് അവൻ പറഞ്ഞത്?